ഹലോ ഗായ്സ്, എല്ലാവർക്കും ARP വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഒത്തിരി നാൾക്ക് ശേഷമാണ് കേട്ടോ ഒരു വ്ളോഗ് ഇടുന്നത്. ഇതെൻ്റെ മിക്ക വ്ളോഗിൽ ഞാൻ പറയുന്ന ഡയലോഗാണ്. കുറച്ച് ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനോ അല്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്യാനോ ഉള്ള ഒരു ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുപോലെ രാവിലെ എണീറ്റ് എൻ്റെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു. എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അനീഷേന് ജോലിക്ക് പോകണോണ്ട് തന്നെ രാവിലെ തന്നെ എല്ലാം കഴിയും. പിന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് രാവിലെ ഒന്ന് ക്ഷേത്രം വരെ ഒന്ന് തൊഴുതിട്ടൊക്കെ വരാണ്. അങ്ങനെ നേരെ ഞാൻ അടുത്തുള്ളൊരു ടെമ്പിളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് പ്രസാദമൊക്കെ വാങ്ങിച്ച് ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വിഷു വ്ളോഗൊക്കെ ഞാൻ പകുതിയോളം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കണ്ടിന്യൂ ആയിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്യാത്തത്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ കണിക്ക് വെച്ചിരുന്ന നമ്മളെ കൃഷ്ണൻ വന്നിട്ട് ഞാൻ ഒന്ന് പെയിൻ്റൊക്കെ അടിച്ചൊന്ന് സീക്വൻസൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പോളിഷും കൂടെ ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു ഗ്ലേസിങ് കാണും കേട്ടോ. പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ചപ്പാത്തി ഉരുളക്കിഴങ്ങ് കറിയായിരുന്നു. പിന്നെ അനീഷേൻ്റെ അമ്മയ്ക്ക് ഒരു ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് പിന്നെ ഞാൻ നേരെ ചിക്കൻ വാങ്ങിച്ചത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഒന്ന് കറി വയ്ക്കാമെന്ന് കരുതി. അങ്ങനെ എണ്ണ ഒഴിച്ചു, കടുക് ഇട്ടു, വറ്റൽമുളക് ഇട്ടു. അങ്ങനെ ഞാൻ വെക്കുന്ന രീതിയിലൊക്കെ അങ്ങനെ ഒരു ചിക്കൻ കറി റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ തലേദിവസത്തെ കുറച്ച് കഞ്ഞിവെള്ളം ഇരിപ്പുണ്ടായിരുന്നു. അത് ഞാൻ ഇതുപോലെ റോസയുടെ മൂട്ടിലും കറിവേപ്പിലയുടെ മൂട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ വന്നിട്ട് കിടന്ന പാത്രമൊക്കെ തന്നെ കൈകളഞ്ഞ് കഴുകി വയ്ക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ പിന്നെ നമുക്ക് പാടുമില്ല. അത് മാത്രമല്ല അടുക്കള എപ്പോഴും ക്ലീൻ ആയിട്ട് തന്നെ കിടക്കും. അങ്ങനെ പാത്രമെല്ലാം കഴുകിയതിന് ശേഷം പിന്നെ നേരെ ചെടിക്കുട്ടന്മാരടുത്ത് വന്ന് ഇതുപോലെ കരഞ്ഞ് നിൽക്കുന്ന റോസാപ്പൂവൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ. അതാകുമ്പോൾ പുതിയ ഇലയൊക്കെ തിളർത്ത് വരും. അതുപോലെ തന്നെ ഉണങ്ങി നിൽക്കുന്ന ചില്ലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പുതിയതൊക്കെ തിളർത്ത് വരും. അപ്പോൾ ഇത് വന്നിട്ട് ലഞ്ച് ടൈമാണ് കേട്ടോ. ചിക്കനും അച്ചാറും കിട്ടി നല്ലൊരു ലഞ്ചായിരുന്നു. എനിക്ക് ചിക്കനുള്ള ടൈമിൽ വേറെ കറികളൊന്നും കൂട്ടി കഴിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അങ്ങനെ ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ടാണ് കേട്ടോ. ഇപ്പോൾ ടൈം വന്നിട്ട് ഒരു 7:45 ആയിട്ടുണ്ട് കേട്ടോ. എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ എൻ്റെ ബ്രദർ അബുദാബിയിലോട്ട് പോവുകയാണ്. സത്യം പറഞ്ഞാൽ ഒരു മിക്സഡ് ഇമോഷൻ നിറഞ്ഞ ദിവസമായിരുന്നു. സന്തോഷമുണ്ട്, അതിനുപരി നല്ല വിഷമമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. കാരണം ഇത്രയും ദൂരം നമ്മൾ അങ്ങനെ മാറി നിന്നിട്ടില്ല. ചേട്ടൻ തമിഴ്നാട്ടിലാണ് പഠിച്ചതെങ്കിൽ പോലും ആഴ്ചയിലൊക്കെ വീട്ടിലൊക്കെ വരെയൊക്കെ ചെയ്യുമായിരുന്നു. പോവാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, നമുക്ക് ആവശ്യം വന്നാൽ പോയല്ലേ പറ്റുള്ളൂ. എന്തായാലും നല്ലൊരു ജേണി ആയിരുന്നു. ചേട്ടൻ അവിടെ സേഫായിട്ട് എത്തി. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് ഗായ്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയും പോലെ നമ്മളെ കുട്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടാറ്റാ.